നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സേതു സാറ് പറഞ്ഞ പ്രോപ്പർട്ടികളുടെ ഡീറ്റെയിൽസ് ഡ്രാഫ്റ്റ് ചെയ്തതാണ്. അത് ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി കൊണ്ടുവന്നാ. ഞാൻ ഒന്ന് വായിച്ചു നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ഇത് രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ എന്ന്. ഓ അത് ശരി. അപ്പൊ അതാണ് പ്ലാൻ. ലാഭം മുഴുവൻ കുട്ടികളുടെ അക്കൗണ്ടിലേക്ക്. പ്രായപൂർത്തിയായി കഴിയുമ്പോഴേക്കും രണ്ടുപേരും കോടീശ്വരികൾ. ഇത് ഞാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ നമുക്ക് ഇനിയും ചേർക്കാവുന്നേ ഉള്ളൂ. എല്ലാം അച്ഛൻ പറയുന്ന പോലെ ചെയ്താൽ മതി. കൊടുക്കുന്നത് കുറഞ്ഞു പോയോ എന്ന സംശയം മാത്രമേ ഉള്ളൂ എനിക്ക്. രണ്ടുപേരും നമ്മുടെ കുട്ടികളല്ല അച്ഛാ. എത്ര കൊടുത്താലും ഒരു കുഴപ്പമില്ല. അത് ശരി. അപ്പൊ വാരിക്കോരി കൊടുക്കാനാണ് പ്ലാൻ. ഇത് ഞാൻ ശരിയാക്കി തരാം. ഇതിനും പറ്റിയത് സ്നേഹയാ. അപ്പോ ഇങ്ങനെ തന്നെ രജിസ്റ്റർ ചെയ്യാലോ അല്ലേ? നന്ദ, നീ അതൊന്നുകൂടി വായിച്ചു നോക്ക്. ലീഗൽ പോയിന്റ്സ് എല്ലാം കറക്റ്റാണ്. ഇനി പ്രോപ്പർട്ടിയുടെ മറ്റ് ഡീറ്റെയിൽസും കൂടി ചേർത്താൽ മതി. എന്തായാലും നന്ദൻ ഒന്ന് വായിച്ചു നോക്ക്. ആ ആ കുഞ്ഞിനെ എങ്ങനെ കിട്ടിയെന്ന് ആർക്കറിയാം? അപ്പോ പ്രസവിക്കാതെ അവർക്കൊരു കുഞ്ഞിനെ കിട്ടിയല്ലേ? ദത്തെടുത്തതാണെങ്കിലും ആ കുഞ്ഞ് നെല്ലിശ്ശേരിയിലാ വളരുന്നത്. അത് മറക്കണ്ട. അതിന് നിയമപരമായ അർച്ചനെടുത്ത് ആ കുഞ്ഞിനെ ദത്തെടുത്തിട്ടില്ലല്ലോ. എവിടുന്നോ കിട്ടിയൊരു കുഞ്ഞിനെ വളർത്താൻ വേണ്ടി അവരിങ്ങോട്ട് കൊണ്ടുവന്നു. എത്ര കാലം അവര് വളർത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. താൻ ആ കുഞ്ഞിനെ കണ്ടോ? ഞാൻ അതിനെ നോക്കിയത് പോലുമില്ല. ഒരു ഡ്രൈവറുടെ കുഞ്ഞിനോട് ഞാൻ എന്തിനു സിമ്പതി കാണിക്കണം? ഞാൻ പിന്നെ വിളിക്കാം. നീ ഇങ്ങനെ കൂട്ടുകാരോട് വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ട് ഇതിനകത്ത് തന്നെ ഇങ്ങനെ അടച്ചിരുന്നോ? പുറത്ത് നടക്കുന്നവല്ലോ അറിയുന്നുണ്ടോ? അതിനിപ്പോ പുതുതായിട്ട് എന്താ അറിയാനുള്ളത്? നിന്റെ അച്ഛൻ അഡ്വക്കേറ്റിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. നീ അറിഞ്ഞില്ലേ? നെല്ലിശ്ശേരിയിലെ സ്വത്തിന്റെ വലിയൊരു പങ്ക് ആ ഡ്രൈവറിന്റെ കൊച്ചിന്റെ പേരിൽ എഴുതി കൊടുക്കാൻ പോവാന്ന് നിന്റെ അച്ഛൻ. സംശയിക്കണ്ട, അർച്ചനയുടെ വളർത്തുപുത്രിക്ക് നിന്റെ അച്ഛന്റെ വക സമ്മാനം. ആതിരയുടെ കുട്ടിയുടെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ അർച്ചനയുടെ ദത്തുപുത്രിയുടെ പേരിൽ എന്തിനാ ഇപ്പൊ ഈ സ്വത്തുക്കളൊക്കെ എഴുതി വെക്കുന്നത്? നാളെ ആ കൊച്ചിന്റെ അവകാശവും പറഞ്ഞുകൊണ്ട് യഥാർത്ഥ ബന്ധുക്കൾ വരില്ലെന്ന് ആര് കണ്ടു? ചിലപ്പോ കുട്ടിയെ മോഷ്ടിച്ചതിന്റെ പേരില് അവളെ അറസ്റ്റ് ചെയ്തോണ്ട് പോവാൻ പോലീസായിരിക്കും വരുന്നത്. മൈനറായ കുട്ടിയുടെ പേരിൽ ഇപ്പൊ ഈ സ്വത്തുക്കൾ എഴുതി വെച്ചാ അത് പിന്നെ ഈ ജന്മത്ത് തിരിച്ചു കിട്ടില്ല. അച്ഛൻ അങ്ങനെ തീരുമാനിച്ചോ? അവിടെ വക്കീൽ എഴുതി കൊണ്ടുവന്ന ഡ്രാഫ്റ്റ് അച്ഛനെ വായിച്ചു കേൾപ്പിക്കുന്ന കേട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. നിനക്കെന്താ ഞാൻ പറഞ്ഞ വിശ്വാസം ഇല്ലെന്നുണ്ടോ? ഇല്ലെങ്കിൽ ചെന്ന് നോക്ക്. അപ്പൊ നിനക്ക് മനസ്സിലാവും അവിടെ നടക്കുന്ന ചതി എന്താന്ന്. ഇതൊക്കെ ആ അർച്ചനയുടെ തന്ത്രം. അതില് നിന്റെ ഏട്ടന്മാരും വീഴും. ഏട്ടന്മാരും അതിന് സമ്മതിച്ചോ? അവരെല്ലാം സമ്മതിച്ചു. നിന്റെ അച്ഛന്റെ തീരുമാനത്തില് അവർക്ക് എതിർപ്പൊന്നും ഇല്ലാന്ന് 3 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. എനിക്കതൊന്നും അറിയണം. എന്നേക്കാൾ വലിയ സ്ഥാനം വലിഞ്ഞു കയറി വന്ന ആ കൊച്ചിന് ഈ വീട്ടിലുണ്ടെങ്കിലേ ആ വിശ്വാസം ഞാനങ്ങ് മാറ്റിക്കൊടുത്തോളാം. ആ ഇപ്പൊ നിന്നെ കൊണ്ട് ഇത് തടയാൻ സാധിച്ചാ നിനക്ക് കൊള്ളാം. ആ സ്വത്തുക്കളെല്ലാം കുഞ്ഞിന്റെ പേരിൽ എഴുതി വെച്ച് കഴിഞ്ഞാ പിന്നെ നിന്നെക്കാള് സ്ഥാനം ഈ വീട്ടിൽ ആ കുഞ്ഞിന് തന്നെയായിരിക്കും. വല്ല ഡ്രൈവറും അവന്റെ കുഞ്ഞും
നെല്ലിശ്ശേരിയിലെ സ്വത്തുക്കളുടെ അവകാശികളായി അങ്ങ് മാറും. എല്ലാവരുടെ അവകാശം ഞാനിപ്പോ ശരിയാക്കി കൊടുക്കാം. സംഗതി ഏറ്റു. ഇനിയെല്ലാം അവള് നോക്കിക്കോളൂ. ഇതിലിപ്പോ ഒരു ചേഞ്ചിന്റെ ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ രജിസ്റ്റർ ചെയ്യാം. ചെയ്യാം. എന്താ അത്? കുട്ടികളുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സേതു സാറ് പറഞ്ഞ പ്രോപ്പർട്ടികളുടെ ഡീറ്റെയിൽസ് ഡ്രാഫ്റ്റ് ചെയ്തതാണ്. അത് ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി കൊണ്ടുവന്നാ. ഞാൻ ഒന്ന് വായിച്ചു നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ഇത് രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ എന്ന്. സ്നേഹേ, അച്ഛനൊന്നും മിണ്ടണ്ട. എന്നെ അറിയിക്കാതെ നിങ്ങൾ എല്ലാവരും കൂടെ എടുത്ത തീരുമാനമല്ലേ ഇത്? ഇങ്ങനൊരു പ്രോപ്പർട്ടിയുടെ ഡീൽ ഈ വീട്ടിൽ നടക്കുമ്പോ അതിൽ എന്റെ അഭിപ്രായം ചോദിക്കണോന്ന് അച്ഛന് തോന്നിയില്ലല്ലോ. നീ എന്താ അച്ഛനെ ചോദ്യം ചെയ്യണോ? ഇതേ അച്ഛനെടുത്ത തീരുമാനം. ഞങ്ങളത് അനുസരിച്ചു, അത്രേ ഉള്ളൂ. അത് അനുസരിക്കണോ വേണ്ടയോന്ന് ഞാനും കൂടെ തീരുമാനിക്കണമല്ലോ. എനിക്കും കൂടെ അവകാശപ്പെട്ട പ്രോപ്പർട്ടിയല്ലേ ഇതെല്ലാം. പെൺകുട്ടികൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസം നൽകി അവരെ നല്ലൊരു കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ച് അയക്കുക എന്നുള്ളതാ ഒരച്ഛന്റെ കടമ. അതിനുവേണ്ടി നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. മറ്റൊന്നും നീ അന്വേഷിക്കേണ്ടതില്ല. അച്ഛൻ അങ്ങനെ പറഞ്ഞാലും എനിക്കത് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഈ സ്വത്തുക്കൾ എഴുതി കൊടുക്കുന്നത് ആരുടെ പേരിലാ? സ്വന്തം മക്കളായ ഞങ്ങളുടെ ആരുടെങ്കിലും പേരിലാണോ? ആതിരയുടെയും അർച്ചനയുടെയും കുട്ടികളുടെ പേരില. ആതിരയുടെ കുട്ടിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. പിന്നെ അർച്ചനയുടെ കുട്ടിയുടെ കാര്യം, അത് ശരിക്കും ഈ വീട്ടിലെ കുട്ടിയാണോ? അതിന് നിയമപരമായി അവർ ദത്തെടുത്തിട്ടുണ്ടോ? ഉണ്ടോ സച്ചേട്ടാ? കണ്ടോ, സച്ചേട്ടന് മറുപടിയില്ല. എങ്ങനെ മറുപടി പറയും? നിയമപരമായി ദത്തെടുത്തിട്ടില്ല എന്നുള്ളത് പോട്ടെ, ആ കുഞ്ഞിന്റെ ബന്ധുക്കൾ ആരെങ്കിലും നാളെ കേസും കോടതിയായിട്ട് വരില്ലെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട. ഞാനിതിലൊന്നും ഇടപെടുന്നില്ല. കേട്ടതിന് മറുപടി പറഞ്ഞേ ഉള്ളൂ. ഈ സ്വത്ത് കൈമാറ്റത്തിന് എനിക്ക് സമ്മതമല്ല. ഇപ്പൊ ഈ കുട്ടികളുടെ പേരിൽ സ്വത്തുക്കളൊന്നും എഴുതി വെക്കാൻ പറ്റില്ല. അത് തീരുമാനിക്കേണ്ടത് നീയല്ല, അച്ഛനാ. അച്ഛന്റെ ഒരു തീരുമാനത്തിനും ഇതുവരെ ഞങ്ങൾ ആരും തന്നെ എതിര് പറഞ്ഞിട്ടില്ല. നെല്ലിശ്ശേരിയിൽ ഇന്ന് കാണുന്ന ഈ സ്വത്തുക്കളെല്ലാം ഉണ്ടാക്കിയെടുത്തത് അച്ഛന്റെ അധ്വാനം കൊണ്ടാ. അത് ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അച്ഛനാണ്. അതില് നിനക്ക് അഭിപ്രായം പറയാനുള്ള ഒരു അവകാശവും ഇല്ല. അതിന് ഞാൻ സേതുമാധവന്റെ മകളല്ലാതിരിക്കണം. സ്വത്തുക്കൾ എഴുതി വെച്ച് കഴിഞ്ഞ് ആ കുഞ്ഞിന്റെ പേരിൽ പുതിയ അവകാശികൾ വന്നാ നിങ്ങൾ എന്ത് ചെയ്യും? ആ സ്വത്തുക്കളെല്ലാം അന്യദിനപ്പെട്ടു പോവില്ലേ? അതിന് ഞാൻ അനുവദിക്കില്ല. ഇങ്ങനെ ഒരു സ്വത്ത് കൈമാറ്റം ഇപ്പൊ ഈ വീട്ടിൽ വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.